നമുക്ക് ഓരോ വർക്ക് ചെയ്ത ആളുടെ വർക്കും അതിൻ്റെ ക്വാളിറ്റിയും നോക്കി സെലക്ട് ചെയ്ത ഇൻറ്റീരിയർ വർക്ക്. എൻ്റെ പേര് സീന. ഞാൻ VHSയിലാണ് വർക്ക് ചെയ്യുന്നത്. ഇവിടെ അടുത്ത് തന്നെയാണ്. കുറേ നാളായിട്ട് കുറച്ച് നാൾ ദൂരെയായിരുന്നു. ഇപ്പോൾ ഇവിടെ അടുത്ത് തന്നെ ജോലി ചെയ്യുന്നു. എൻ്റെ പേര് ഹരി. ഞാൻ KSEBിലാണ് വർക്ക് ചെയ്തിരുന്നത്. പെൻഷനാണ്. 3 വർഷമായി പെൻഷനായിട്ട്. ഇപ്പം 3 വർഷമായിട്ട് യഥാർത്ഥത്തിൽ കൺസ്ട്രക്ഷൻ ഫീൽഡാണെന്ന് വേണമെങ്കിൽ പറയാം. ആദ്യത്തെ ഒരു വർഷം നമുക്ക് വേണ്ടി ഒരു സ്ഥാപനം തുടങ്ങി. റിഫ്രഷൻ ഓട്ടോമോട്ടീവ് എന്നും പറഞ്ഞുകൊണ്ട് എറണാകുളത്തിൽ സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൻ്റെ കൺസ്ട്രക്ഷനിലായിരുന്നു. ശേഷം നമ്മളിപ്പോൾ വീടിൻ്റെ റിനോവേഷൻ തുടങ്ങി. കൊല്ലം ജില്ലയിലാണിത്. കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളി എന്ന് പറയുന്ന സ്ഥലം അമൃതപുരി, പറയകടവ് അമൃതപുരിയിലാണ് നമ്മുടെ വീട് ഇരിക്കുന്നത്. അപ്പോൾ ഞങ്ങൾ 4 പേരാണ് ഇപ്പോൾ ഉള്ളത്. ഞാനും ഹസ്ബൻഡും മക്കൾ 2 പേര്. മൂത്തൊരാൾ ജോലി ചെയ്യുക. അപ്പോൾ അയാൾ കൊണ്ട് ഇവിടെ ഇല്ല. പിന്നെ ഇളയാളാണിത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ വീടിൻ്റെ റെനോവേഷനാണ്. പണി കഴിഞ്ഞ് ഇങ്ങോട്ട് താമസം ആയത്. നമ്മളെന്ത് പറഞ്ഞു കൊടുത്താലും നമ്മളുടെ ഐഡിയ, നമ്മുടെ മനസ്സിലുള്ളൊരു ഐഡിയ പറയുമ്പോഴത്തേക്ക് അത് ബിനുവിന് മനസ്സിലാവുമായിരുന്നു. അപ്പോൾ നമുക്ക് നമ്മുടെ ആവശ്യം നമുക്ക് ചെയ്തു തരും. ഈ പണി തുടങ്ങുന്നതിന് മുമ്പായിട്ട് കോൺട്രാക്ടർ നമ്മളെ കൊണ്ടുപോയിട്ട് ഈ ഇൻറ്റീരിയർ വർക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയ കൂട്ടത്തിൽ ബിനുവിൻ്റെ വർക്കും കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളതിൽ നിന്ന് സെലക്ട് ചെയ്തതാണ് ബിനുവിൻ്റെ വർക്ക്. പിന്നെ ബിനു വന്നിട്ട് വർക്ക് ചെയ്ത വർക്കുകളുടെ ഫോട്ടോസും ഒക്കെ കാണിക്കുകയും പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ച് പറയുകയൊക്കെ ചെയ്തപ്പോൾ നമ്മളതിനകത്ത് കൺവിൻസ്ഡ് ആയി. അപ്പോൾ പിന്നെ അതുകൊണ്ട് അതങ്ങ് സെലക്ട് ചെയ്യുമായിരുന്നു. വർക്ക് ചെയ്തതും നന്നായിട്ട് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് മറ്റുള്ളവരോട് പറഞ്ഞിട്ടുമുണ്ട്. ഇപ്പം തന്നെ പലരും ഇവിടെ വരുന്നവരൊക്കെ ചോദിക്കുന്നതുകൊണ്ട് നമ്മൾ പറയുന്നുമുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കാണുമ്പോഴും അത് യൂസ് ചെയ്യുമ്പോഴും ഒക്കെ നല്ലൊരു പ്രീമിയം ഫീലാണ് നമുക്ക് കിട്ടുന്നത്. നമ്മളിവിടെ വന്ന് കണ്ട ആൾക്കാരെല്ലാവരും നല്ല അഭിപ്രായമാണ്. അതെ, ടച്ച് ചെയ്യുമ്പോഴായാലും നല്ല നല്ല പ്രീമിയം ഒരു ഫീലിംഗ് ആണ് നമുക്ക് കിട്ടുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഇത് കാണാൻ വന്ന ആൾക്കാർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെട്ട. എല്ലാവരും ഇതെവിടുന്നാ, ഇതാരാ ചെയ്തത്, അങ്ങനെ ചോദിച്ചിട്ടാണ് പോകുന്നത്. മെയിനായിട്ട് തിരഞ്ഞെടുത്തതെന്ന് പറഞ്ഞാൽ കോസ്റ്റ് കുറവായതുകൊണ്ടും പിന്നെ വർക്ക് പെട്ടെന്ന് തീർക്കാൻ ഉപകരിക്കും. പ്ലൈവുഡ് ആണെങ്കിൽ വർക്കിന് ഒരുപാട് താമസം എടുക്കും. അതുകൊണ്ട് ഇതാകുമ്പോൾ പെട്ടെന്ന് വർക്ക് തീരുമെന്നുള്ളതുകൊണ്ടും പിന്നെ ക്ലീനിങ്ങിനും വാട്ടർ പ്രൂഫും ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ തിരഞ്ഞെടുത്തത്. ഇവിടുത്തെ കിച്ചണായിട്ട് മെയിനായിട്ടും ചെയ്തിരിക്കുന്ന ഒരു ഷട്ടറുണ്ട്. ഷട്ടറിനകത്ത് നമ്മൾ ഈ പറഞ്ഞ പോലെ എല്ലാ വീടുകളിലും ഇപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ മിക്സി കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് താഴെ മിക്സി വെക്കാം. അതുപോലെ തന്നെ ജാറും കാര്യങ്ങളൊക്കെ വെക്കാം. നമുക്കത് സ്ലൈഡ് ചെയ്ത് നേരെ പുറത്തോട്ട് വെച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയാണ്. എത്ര വെയിറ്റ് വന്നാലും താഴോട്ട് പോകാത്ത രീതിയിൽ നമ്മൾ ചെയ്തിരിക്കുന്നതിൻ്റെ അടിയിൽ നമുക്കൊരു വീല് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീലുള്ളത് കാരണം നമ്മൾ താഴോട്ട് പോകില്ല. ഈ സ്ലൈഡറിന് കംപ്ലയിൻറ്റ് വരത്തില്ല. വെയിറ്റ് താങ്ങും. തിരിച്ച് നമ്മളിതുപോലെ അകത്തോട്ട് കയറ്റി വെക്കുന്നു, ഷട്ടർ ഇടുന്നു. മിക്സിയും കാര്യങ്ങളെല്ലാം സേഫായിട്ട് അവിടെ ഇരിക്കും. അതുപോലെ തന്നെ നമ്മൾ കിച്ചനകത്ത് 2-3 കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കോർണർ നമ്മൾ 2 ടൈപ്പിലാണ് വെച്ചിരിക്കുന്നത്. ഇവിടെ വെച്ചിരിക്കുന്ന ഒരു കോർണർ എന്ന് പറയുന്നത് ഈ ടൈപ്പിലെ കോർണറാണ്. ഇതിനകത്ത് 2 തട്ട് വരുന്നുണ്ട്. നമുക്കിങ്ങനെ 2 തട്ടിലും അത്യാവശ്യം പാത്രങ്ങളും വലിയ പാത്രങ്ങളും ഒക്കെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പാൻ ഹോൾഡറായിട്ടൊരു സാധനം കൊണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അത്യാവശ്യം പാനൊക്കെ ഹാങ് ചെയ്തിടാം. അത് കൂടാതെ തന്നെ നമുക്ക് താഴത്തെ സ്പേസിലും പാത്രങ്ങളൊക്കെ അടുക്കി വെക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ നോർമൽ എല്ലാ വീട്ടിലും ചെയ്യുന്നത് പോലുള്ള കട്ട്ലറി ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരു പ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. തൊട്ടപ്പുറത്തായിട്ട് നമ്മളൊരു ബോട്ടിൽ പുള്ളൗട്ട് ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ബോട്ടിലിൻ്റെ ഇവിടെ നമ്മൾ പ്ലെയിൻ ആയിട്ടുള്ളൊരു ബാസ്ക്കറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്ത് പാത്രം വേണമെങ്കിലും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു പ്ലെയിൻ ബാസ്ക്കറ്റ്. ഇത് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു സാധനമാണ് പ്ലെയിൻ ബാസ്ക്കറ്റ്. അതുപോലെ തന്നെ താഴെ നമ്മൾ 2 പ്ലേറ്റും വെച്ചിട്ടുണ്ട്. അതിനകത്ത് ഒരു പ്ലേറ്റ് ഇതാണ്. പിന്നെ നമ്മൾ കബോർഡ് ചെയ്യുന്ന എല്ലാ വീട്ടിലും ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ ഈ ഓപ്പൺ ബാസ്ക്കറ്റ് സെറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ വിങ്കർ ബാസ്ക്കറ്റ്. ഇതിനകത്ത് നമുക്ക് ഇപ്പോൾ വെളുത്തുള്ളി, കൊച്ചുള്ളി, കിഴങ്ങ് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളെല്ലാം നമുക്ക് ഇതുപോലെ എടുത്ത് വെക്കാം. അപ്പോൾ ഡോറിട്ട് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് ചീത്തയായി പോകും. ഒരു ദിവസം പോലും ചിലപ്പോൾ അതിനകത്തിരിക്കും. ഇതെല്ലാം പിറ്റേ ദിവസം ചീത്തയായി പോകും. ഇതാകുമ്പോൾ എയർ സർക്കുലേഷൻ കയറും. താഴെ ഇതുപോലെ ഫ്രൂട്ട്സൊക്കെ വെക്കാം കേട്ടോ. താഴെ നമുക്ക് ഫ്രൂട്ട്സ് ഐറ്റംസൊക്കെ ഇതുപോലെ എയർ കയറും. ചീത്തയായതൊക്കെ ഫ്രിഡ്ജിൽ വെക്കാത്ത സാധനങ്ങൾക്ക് നമുക്ക് ഇതുപോലെ പുറത്ത് വെച്ച് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ നമ്മളിവിടെ ഒരു ചെറിയൊരു ലോക്കർ പോലെ പൂട്ടൊക്കെ വെച്ച് ചെറിയ സാധനങ്ങളൊക്കെ വെച്ച് പൂട്ടാൻ പറ്റുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇവിടെ ചെയ്തിരിക്കുന്നത് അതിനേക്കാൾ തികച്ചും വ്യത്യസ്തമായ വേറൊരു കോർണർ സെറ്റാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിങ്ങനെ പുറത്തോട്ട് വലിക്കുക, നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എടുക്കാനും വെക്കാനും പറ്റും. അപ്പോൾ ഇത്രയും സ്പേസും കൂടെ നമുക്ക് അതിനകത്തോട്ട് യൂസ് ചെയ്യാൻ പറ്റും. ഇത് സാധനം വെക്കുന്നതുകൊണ്ട്
നമുക്ക് കോർണറിൽ ഇങ്ങനെ കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സാധനങ്ങൾ നമുക്ക് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാധനം കൂടിയാണ് ഈ കോർണർ. പിന്നെ നമ്മളിവിടെ താഴ്വശത്ത് ചെയ്തിരിക്കുന്നത് ഇവിടെ ഒരു തട്ട് കൊടുത്തിട്ടുണ്ട്, പാർട്ടീഷൻ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇതുപോലെ തന്നെ സേഫായിട്ട് വെക്കാൻ കഴിയുന്നുണ്ട്. താഴെ നമുക്കിത് വലിയ പാത്രങ്ങളൊക്കെ വെക്കുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഏറ്റവും എടുത്തു പറയേണ്ട മെയിൻ ഒരു സാധനം എന്ന് പറഞ്ഞാൽ പാൻട്രി യൂണിറ്റാണ്. ഇത് ഞാൻ എപ്പോഴും കഴിഞ്ഞ വീഡിയോയിലും എല്ലാവരും പറഞ്ഞിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് ഒരുപാട് സാധനങ്ങൾ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന ഒരു തട്ടാണ്. 12 തട്ട് വരുന്നുണ്ട്, 6 12 തട്ട് ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് ടിന്നിനകത്തുള്ള നമ്മുടെ പൊടി ഐറ്റംസുകളും പയർ, തോരൻ വെക്കാനുള്ള പൊടികൾ, കടല, ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, പഞ്ചസാര, പൊടി ഐറ്റംസുകൾ കംപ്ലീറ്റ് വെക്കാം. അതുപോലെ നമുക്ക് കവറിനകത്ത് വരുന്ന സാധനങ്ങൾ ഇതുപോലെ മേടിച്ച് നമ്മളൊരു ഫ്രിഡ്ജ് പോലെ യൂസ് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. ഒരുപാട് സാധനങ്ങൾ ഇരിക്കുന്ന ഒരു ഐറ്റം കൂടിയാണ്. പിന്നെ നമ്മൾ മുകളിൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. മുകളിൽ നമുക്ക് തരാം അതുപോലെ അത്യാവശ്യം തട്ട് കൊടുത്തിട്ടുണ്ട്, ഒരുപാട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ കോർണറിലാണ് ഓപ്പണായിട്ടുള്ള ഇതുപോലെ ഭരണികളൊക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു കോർണർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമ്മളെല്ലാം ഓപ്പൺ ചെയ്തെടുത്തെല്ലാം നമ്മൾ ലൈറ്റ് കൊടുത്താണ് ചെയ്തിരിക്കുന്നത്. പിന്നെ താഴെ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മളൊരു ബോക്സ് ഒഴിവാക്കിക്കൊണ്ട് ഇതിനകത്ത് എല്ലാം നമ്മൾ ഏകദേശം കൂടുതലും നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാം മുകളിലും എല്ലാം നമ്മൾ ഡോറ് ചെയ്തിട്ടുള്ളൊരു കബോർഡുകളാണ് ചെയ്തേക്കുന്നതുകൊണ്ടാണ് നമ്മൾ കുറച്ച് ഭാഗം നമ്മൾ ഓപ്പണായിട്ട് പെട്ടെന്ന് സാധനങ്ങൾ എടുക്കാനും വെക്കാനും ഒക്കെ ഉള്ള സൗകര്യത്തിന്. ഇവിടെ നമ്മൾ കുക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതുപോലെ പൊടി ഐറ്റംസൊക്കെ പെട്ടെന്ന് എടുത്ത് കുക്ക് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പോർഷനിൽ നമ്മൾ ഓപ്പണായിട്ട് കൊടുത്തിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ ഒരു ബോക്സ് പോലെ ചെയ്തിട്ട് അതിന് നമ്മളൊരു ചെറിയൊരു ലോക്കർ സംവിധാനം ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം പൂട്ടിയൊക്കെ വെക്കാം. പിന്നെ നമ്മൾ ഈ ജനലിൻ്റെ ടോപ്പിൽ വരുന്നൊരു ഭാഗമാണ്, അത് നമ്മൾ യൂസ് ചെയ്യത്തക്ക രീതിയിൽ തന്നെ ഓപ്പൺ തട്ടടിച്ച് ഗ്ലാസ് ഐറ്റംസുകളൊക്കെ വെച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് ഷോയ്ക്കുള്ള എന്തെങ്കിലും സാധനങ്ങളുണ്ട് അത് വെക്കാം. പിന്നെ ഇവിടെ നമ്മളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മളിവിടെ ഒരു വാട്ടർ പ്യൂരിഫയർ വെക്കാൻ വേണ്ടി ഒരു ചെറിയൊരു തട്ടടിച്ച് നമ്മളൊരു സ്പേസ് കറക്റ്റായിട്ട് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു സാധനം കൂടിയാണത്. ഇതിൻ്റെ മുകൾ വശത്തെല്ലാം നമ്മളൊരു ബെർത്ത് അടിച്ച് ചെയ്തിട്ടുണ്ട്. ബെർത്ത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഇത് സ്ലാബ് ഇല്ലാതെ തന്നെ നമ്മൾ ചെയ്തിരിക്കുന്ന ഒരു ബെർത്താണ്. അപ്പോൾ നമുക്ക് വലിയ വലിയ പാത്രങ്ങളൊക്കെ പെട്ടെന്ന് എപ്പോഴും ആവശ്യമില്ലാത്ത യൂസ് ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം നമുക്ക് മുകളിൽ ഇതുപോലുള്ള ഡോറിനകത്തൊക്കെ നമുക്ക് എടുത്തു വെച്ച് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതുണ്ടോ, ഇത് വലിയൊരു ബെർത്ത് സ്പേസാണ്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഡോറ് ചെയ്തേക്കുന്നതുകൊണ്ട് എന്ത് സാധനം വെച്ചാലും നമുക്ക് അടച്ചു വെക്കാം. പെട്ടെന്ന് കാണാത്ത സാധനങ്ങളൊക്കെ ഇതിനകത്ത് വെച്ച് അടച്ചു വെക്കാനുള്ളൊരു ഉപകാരപ്രദമായിട്ടുള്ള സംഭവമാണ് ബെർത്ത് ചെയ്തേക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂം നമുക്ക് ഇങ്ങനെ ആകുന്നതിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നുള്ള നിങ്ങൾ ഇവിടെ കണ്ടു കാണുക. നമസ്കാരം. നമ്മൾ അടുത്ത വർക്ക് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് കൊല്ലം ജില്ലയിലാണ്. കൊല്ലം ജില്ലയിൽ നമ്മൾ വള്ളിക്കാവ് എന്ന് പറയും. അതായത് നമ്മൾ അമൃതാനന്ദമയി മഠത്തിനടുത്തായിട്ട് വരുന്ന തൊട്ടടുത്ത് തന്നെയുള്ള ഒരു വീടാണ്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ഒരു വലിയൊരു ഹോളായിട്ട് വലിയൊരു കിച്ചണാണ് നമുക്കിപ്പം റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ കിച്ചൺ നമ്മൾ ഇന്ന് വർക്ക് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ ഫ്രെയിം അടിച്ച് അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നമുക്ക് അതിൻ്റെ തുടർന്നുള്ള വീഡിയോ കാണാം. അപ്പോൾ അത്യാവശ്യം നല്ലൊരു വർക്കായിരിക്കും. നമുക്ക് അതിൻ്റെ മുകളിലൊക്കെ ബോക്സ് വരുന്നുണ്ട്, താഴെ ബോക്സ് വരുന്നുണ്ട്. ഇത് ഫുള്ള് പ്ലെയിനായിട്ടുള്ളൊരു നല്ല വലിപ്പമുള്ളൊരു കിച്ചണാണ്. അപ്പോൾ നമ്മളത് ബോക്സ് അടിച്ച് അതിൻ്റെ വിവരങ്ങളൊക്കെ ഉടനെ വീഡിയോയിൽ വരാം. ബാക്കി കുറേ വർക്കുകൾ ഈ വീട്ടിലുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോസ് ഒന്ന് കണ്ടിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്തേരെ. അപ്പോൾ നമ്മൾ പ്ലെയിനായിട്ടുള്ളൊരു റൂമാണ് നമുക്ക് തന്നത്. ആ റൂമാണ് നമ്മൾ ഈ രീതിയിലേക്ക് മാറ്റിയെടുത്തത്. അതുപോലെ നമ്മൾ കിച്ചണകത്ത് ഒരാൾ പാചകം ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഒരാൾ വന്ന് കാര്യം പറയുന്ന സമയത്ത് ഒന്ന് റെസ്റ്റ് എടുത്ത് ഇരുന്ന് കാര്യം പറയാം. അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയൊരു ബോക്സ് പോലെ ഇവിടെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ അടിച്ചുകൊണ്ട് പാചകം ചെയ്യുന്ന ആളോട് ഇരുന്ന് സംസാരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ നമ്മളൊരു സ്റ്റോറേജ് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു പ്രത്യേകത ഇതിനുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ചെയ്ത സമയത്ത് അതിൻ്റെ അടിയിലായിട്ട് നമ്മൾ മേളിൽ വെക്കാൻ പറ്റുന്ന സാധനങ്ങൾ വെക്കാനൊരു ഓപ്പൺ സ്പേസ് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ രാവിലെ ഒരാൾ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, മുഴുവൻ സാധനങ്ങൾ ഇവിടെ വെക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് ഇവിടോട്ട് വെക്കാം, ഇവിടെ വെച്ച് ഉപയോഗിക്കാം. ഇതിനടിയിൽ നമ്മൾ നല്ല രീതിയിലുള്ളൊരു സ്റ്റോറേജ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് കണ്ടോ കോക്കറി ഐറ്റംസുകളൊക്കെ വെക്കാൻ പറ്റുന്ന ഒരു സ്റ്റോറേജ് നമ്മൾ ഇവിടെയും കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ സൈഡിലായിട്ട് നമ്മൾ കുറച്ച് ഷോയ്ക്കുള്ള സാധനങ്ങൾ വെക്കാം, അതുപോലെ ഗ്ലാസ് ഐറ്റംസുകൾ വെക്കാം. ഇത് വളരെ മനോഹരമായ രീതിയിൽ തന്നെ ഈ വീട്ടിൽ നല്ല ഉരുളിക്ക് കാര്യങ്ങളൊക്കെ വെച്ച് ഫ്ലവറും ഒക്കെ വെച്ച് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കോക്കറി ഷെൽഫായിട്ട് വേണമെങ്കിൽ ഉപയോഗിക്കാം, ഷോയ്ക്കുള്ള സാധനങ്ങൾ വെക്കാം. ഇത് ഇപ്പോഴത്തെ ഒരു ട്രെൻഡായിട്ട് ചെയ്തിരിക്കുന്നതാണ് നമ്മൾ ഈ ഹാങ്ങിങ് ലൈറ്റ് എന്ന് പറയാം. പല ടൈപ്പിലെ ലൈറ്റുകളാണ് നമ്മളിപ്പം പലയിടത്തായിട്ട് ചെയ്തത്. അപ്പോൾ ഈ ലൈറ്റ് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ളൊരു ലൈറ്റാണ് നമ്മൾ ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ നൈറ്റിലേക്ക് ഇരിക്കുന്ന സമയത്ത് നല്ലൊരു ആംബിയൻസ് കാര്യങ്ങളൊക്കെ കിട്ടുന്ന രീതിയിലാണ് അതിൻ്റെ വെട്ടവും കാര്യങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്.
അത് കൂടാതെ തന്നെ നമ്മളിതിൻ്റെ ഇലക്ട്രിക്കൽ വർക്കുകളാണ് മെയിനായിട്ടും പറയുന്നത്. നമ്മൾ ഒരുപാട് ഇലക്ട്രിക്കൽ വർക്കുകൾ ഈ വീട്ടിൽ നമ്മൾ തന്നെ നമ്മുടെ ഇൻറ്റീരിയർ വർക്കുമായി ബന്ധപ്പെട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇലക്ട്രീഷ്യന്മാർ ചെയ്തത് കൂടാതെ തന്നെ ഏകദേശം ഒരു 100 പോയിൻറ്റിന് മേലിൽ നമ്മൾ ഈ വീട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ 10-18 വർഷമായിട്ട് ഈ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ 15 വർഷമായ വർക്കുകളും 10 വർഷത്തിന് മുകളിലുള്ള പല വർക്കുകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ അനുഭവത്തിൽ തന്നെ പല ആൾക്കാരും പ്ലൈവുഡും MDF ഒക്കെ വെച്ച് ചെയ്ത വർക്കുകളൊക്കെ 4-5 ലക്ഷം രൂപ ലേബർ കൊടുത്ത് ചെയ്ത വർക്കുകളൊക്കെ ഉണ്ട്. ആ വർക്കുകളൊക്കെ ഒരു 2-3 വർഷം കഴിയുമ്പോൾ തന്നെ ഇളക്കി കളഞ്ഞിട്ട് പുതിയ വർക്ക് ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പോഴും നമ്മൾ 15 വർഷം മുമ്പ് ചെയ്ത വർക്കുകൾ ഇപ്പോഴും ഒരു കുഴപ്പമില്ലാതെ വീടുകളിൽ നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങനെയുള്ള വീഡിയോസുകളും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കമൻറ്റുമായിട്ട് വരുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കമൻറ്റ് ഇടുന്ന ആൾക്കാർ MDF ചെയ്ത ആൾക്കാരാണെങ്കിൽ പോലും നിങ്ങൾ പഴയൊരു വർക്കും പഴയൊരു ക്ലയൻറ്റിനെയും കാണിക്കാൻ തയ്യാറായിട്ട് വേണം എൻ്റെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടാൻ വരാൻ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലുള്ള പഴയ വർക്ക് ചെയ്ത ആൾക്കാരുടെ വീഡിയോസുമായിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. നമുക്ക് ധൈര്യത്തെ വർക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ ഇതുവരെ ചെയ്ത വർക്കുകളെല്ലാം സക്സസ്ഫുള്ളായിരുന്നു. ഇനി അങ്ങോട്ടുള്ള വർക്കുകൾ നമ്മൾ അതുപോലെ തന്നെ ശ്രദ്ധിച്ചായിരിക്കും വർക്ക് ചെയ്യുന്നത്. നമ്മൾ ഇതുപോലെ തന്നെ ഇവിടെ ചെയ്തിരിക്കുന്ന അക്സസറീസുകളെല്ലാം തന്നെ നമ്മൾ സെംട്രി എന്ന് പറയുന്ന ഒറ്റ കമ്പനിയുടെ അക്സസറീസാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത്. അതും ഈ പറഞ്ഞ പോലെ തന്നെ നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ളൊരു കമ്പനിയാണ്. യൂട്യൂബിൽ അടിച്ചു നോക്കി കഴിഞ്ഞാൽ അവരുടെ എല്ലാ മെറ്റീരിയൽസിനെ പറ്റിയുള്ള വീഡിയോസും കാര്യങ്ങളും എല്ലാം അവൈലബിൾ ആണ്. താഴത്തെ 3 ബെഡ്റൂമാണുള്ളത്. അതിനകത്ത് 2 ബെഡ്റൂമിൽ ഒരേ മോഡലിൽ തന്നെ ഒരേ സെയിം കളർ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് കബോർഡ് റൂം ലെഫ്റ്റും റൈറ്റും ആണെന്നുള്ളൊരു പ്രത്യേകത മാത്രമേ ഉള്ളൂ. മോഡലെല്ലാം സെയിം ആണ്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ കയറി വരുന്ന ഭാഗത്ത് തന്നെ ഇവിടെ നമ്മൾ ബ്ലാക്ക് ഗ്ലാസ് ആണ്. അതിനകത്ത് നമ്മളൊരു ഷോയ്ക്ക് വെക്കാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടൊരു ചെറിയൊരു തട്ട് പോലെ ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതും തുറക്കാൻ പറ്റുന്നതാണ്. 2 സൈഡും നമുക്ക് തുറന്ന് ഓപ്പണായിട്ട് തന്നെ സാധനങ്ങൾ വെക്കാം. ഇത് ക്ലോസ് ചെയ്യാം, ഇതും ക്ലോസ് ചെയ്യാം. അങ്ങനെ ചെറിയ സ്പോട്ട് ലൈറ്റും ഒക്കെ കൊടുത്തിട്ടുണ്ട്. ഇത് കൂടാതെ തന്നെ നമ്മുടെ വാൾഡ്രോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇത് വുഡും വൈറ്റും ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ്. ഇതിനകത്ത് ഏറ്റവും വലിയ പ്രത്യേകത 9 അടി ഹൈറ്റിലാണ് ഈ വാൾഡ്രോപ്പ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ 9 അടി ഹൈറ്റിൽ സെറ്റ് ചെയ്തിരിക്കുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ നമ്മൾ ചെയ്യുന്നത് ഏകദേശം ഈ ഹൈറ്റിൽ മാത്രമേ ഡോർ വരാവുള്ളൂ. 7 അടി വരെ മാക്സിമം ഹൈറ്റ്. അതിന് മേലോട്ടുള്ള ഭാഗങ്ങൾ നമ്മളിതുപോലെ സ്റ്റോറേജ് ആയിട്ട് ഇടാനേ നമുക്ക് പറ്റൂ. അപ്പം ഈ വീട്ടിൽ നമ്മൾ പ്രത്യേകതയായിട്ട് ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഇത് നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഈ റൂം നമ്മൾ തുറന്നു കഴിഞ്ഞാൽ ഇത് കണ്ടോ, ഇതിനകത്ത് ഹാങ് ചെയ്യാൻ വേണ്ടി ഒരു ലിവർ നമ്മൾ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ലിവർ നമ്മൾ പിടിച്ച് താത്ത് കഴിഞ്ഞാൽ ഇതുപോലെ താന്ന് വരും. നമുക്ക് വേണ്ട തുണികളൊക്കെ ഇതുപോലെ എടുക്കാം, തിരിച്ച് ഇതേപോലെ തന്നെ തുണികളിടാം. ഈ ലിവറെ ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് വിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ലിവർ അവിടെ പോയി നിൽക്കുന്നതാണ്. അങ്ങനെ നമ്മൾ 2 ലിവർ ഈ റൂമിനകത്ത് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ സാധനങ്ങൾ നമുക്ക് സെറ്റ് ചെയ്തിടാം. അതുപോലെ തന്നെ സാരി ഇങ്ങനെയുള്ള സാധനങ്ങൾ മടക്കിടാൻ വേണ്ടി നമ്മളൊരു പൈപ്പ് സെറ്റ് ചെയ്തിട്ടുണ്ട്. താഴെ ഒരു തട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇവിടെ നമ്മൾ സാരിയൊക്കെ മടക്കിയിടാൻ വേണ്ടിയിട്ട് സെംട്രിയുടെ ഒരു അക്സസറീസ് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് 2 സൈഡിലായിട്ട് മടക്കി തുണികളൊക്കെ ഇടാം. അതുപോലെ തെള്ളി നമുക്ക് അകത്തോട്ട് വിടാം. അതുകൂടാതെ തന്നെ നമ്മളിവിടെ ഒരു ഡ്രോ ചെയ്തിട്ടുണ്ട്. നല്ല വലിപ്പത്തിലുള്ളൊരു ഡ്രോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണ ഷെൽഫിൽ വെക്കുന്നതിനേക്കാൾ കൂടുതൽ സൗകര്യമായിട്ടും ഭംഗിയായിട്ടും നമുക്ക് ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ വെക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇതേ മോഡലിൽ തന്നെയാണ് നമ്മൾ 2 റൂമും ഈ വീട്ടിൽ ചെയ്തിരിക്കുന്നത്. പിന്നെ ഒരു ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു വേറൊരു കളറുള്ള റൂമും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ട്. നമുക്കതും കൂടെ ഒന്ന് കാണാം. ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വുഡും ഒരു ബ്ലൂ കളർ, ലൈറ്റ് ബ്ലൂ വരുന്ന രീതിയിലുള്ളൊരു കളറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ സൈഡിലൊക്കെ വുഡാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ തൊട്ടടുത്ത റൂമിൽ പറഞ്ഞ പോലെ തന്നെ സെയിം രീതിയിൽ തന്നെയാണ് ഇവിടെ നമ്മൾ 2 ഡോറായിട്ട് തുറക്കുന്നു. ഈ പറഞ്ഞ പോലെ തന്നെ ഷർട്ടൊക്കെ ഹാങ് ചെയ്യാനുള്ള ലിവർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഇതുണ്ട്, ഷർട്ടൊക്കെ ഹാങ് ചെയ്തിടുന്നു. ഇതുപോലെ നമുക്ക് സൗകര്യത്തിൽ എടുക്കാം. ഇപ്പോൾ ജോലിക്കൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് ഇതുപോലെ ഷർട്ടൊക്കെ ഹാങ് ചെയ്ത് തൂക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് പോകുന്ന സമയത്ത് ഇട്ടുകൊണ്ട് പോകാൻ പറ്റും. അതുപോലെ ഇവിടെ നമ്മൾ ഒരു പൈപ്പ് പിടിപ്പിച്ചിട്ടുണ്ട് ഹാങ് ചെയ്യാൻ വേണ്ടിയിട്ട്. നമ്മൾ അപ്പുറത്തെ റൂമിൽ കണ്ട പോലെ തന്നെ സെയിം രീതിയിൽ തന്നെ ഇതുപോലെ സാരിയൊക്കെ ഹാങ് ഇടാൻ വേണ്ടിയിട്ടൊരു സ്റ്റാൻഡ് പോലെ പിടിപ്പിച്ചു. ഇതെല്ലാം സെംട്രി എന്ന് പറയുന്നൊരു ഇതെല്ലാ സാധനങ്ങളും സെംട്രി എന്ന് പറയുന്ന ഒരു ഒറ്റ കമ്പനിയുടെ പ്രോഡക്റ്റ് തന്നെയാണ്. ഇതുപോലെ തന്നെ തെള്ളി നീക്കിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് അടഞ്ഞുകൊണ്ടിരിക്കും. സെയിം രീതിയിൽ തന്നെയാണ് നമ്മൾ ഇതിനകം ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് നമ്മളിതുപോലെ ലിവറും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് തുണികളിടാം. നമുക്ക് ഈ 9 അടി ഹൈറ്റിൽ നമുക്ക് കബോർഡ് യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ റൂമിൽ ചെയ്ത പോലെ തന്നെ വലിയ ഒരു ഡ്രോയാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാ റൂമിലെയും പോലെ തന്നെ ബാത്റൂമിന് ഫ്രണ്ടിലായിട്ട് നമ്മൾ വേറൊരു കബോർഡിൻ്റെ ഡോറും കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ഡോറ് തുറന്നിട്ട് വേണം നമ്മൾ ബാത്റൂമിനകത്തേക്ക് കയറാൻ വേണ്ടിയിട്ട്.
അപ്പോൾ അതിന് 2 ഗുണമുണ്ട്. നമ്മൾ ഒന്ന് ബാത്റൂമിൻ്റെ ഡോറ് കാണാൻ പറ്റില്ല, ബാത്റൂം ഉണ്ടെന്നറിയില്ല. 2 ബാത്റൂമിനകത്തുനിന്ന് വരുന്ന സ്മെല്ലുകൾ പുറത്തോട്ട് വരാൻ കുറച്ചൊക്കെ ഇത് തടഞ്ഞു നിർത്തുന്നതാണ്. അപ്പോൾ പെട്ടെന്ന് സ്മെല്ലുകൾ പുറത്തോട്ട് വരത്തില്ല. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ നമുക്കൊരു വലിയൊരു സ്റ്റോറേജ് സ്പേസ്, വലിയ ബാഗൊക്കെ വെക്കാനുള്ള സ്റ്റോറേജ് സ്പേസും കാര്യങ്ങളൊക്കെ കിട്ടുകയും ചെയ്യും. എന്ന് പറഞ്ഞാൽ എല്ലാ റൂമിനും നമ്മൾ ബാത്റൂം ഇതുപോലെ തന്നെ ഒരു ഡോറ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഡോറ് തുറന്നതിന് ശേഷമാണ് നമ്മൾ ഇതുപോലെ ബാത്റൂമിനകത്തോട്ട് കയറുന്നത്. അപ്പോൾ അതുകൊണ്ട് 2 ഗുണമുണ്ട്. ബാത്റൂമിന് ഡോറുണ്ടെന്ന് അറിയില്ല, അതുപോലെ തന്നെ ബാത്റൂമിൻ്റെ സ്മെല്ലൊന്നും അധികം പുറത്തോട്ട് വരത്തില്ല. ഇങ്ങനൊരു ഡോറും കൂടെ ആകുമ്പോൾ കാണാനൊരു ഭംഗി വരുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ മേളിൽ അതുകൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് നമ്മൾ എല്ലാ റൂമിനകത്തും കബോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ കബോർഡിനകത്ത് എല്ലാത്തിനകത്തും നമ്മൾ ഷർട്ട് ഹാങ് ചെയ്യാൻ വേണ്ടി ലിവർ കൊടുത്തിട്ടുണ്ട്. എല്ലാ കബോർഡിനകത്തും നമ്മൾ ലിവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലോട്ട് നേരെ ഹാങ്ങർ ഇടുക, നേരെ പൊക്കി ഇടുക, അടയ്ക്കുക. ഇതാണ് എല്ലായിടത്തും. നമ്മൾ അതുപോലെ തന്നെ നമ്മൾ അപ്പുറത്തെ റൂമിൽ ചെയ്ത പോലെ തന്നെ പാൻറ്റും സാരി ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മടക്കി ഇടാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റാൻഡ് ഇതിനകത്തും കൊടുത്തിട്ടുണ്ട്. നേരെ തെള്ളിവിടുക, അടഞ്ഞോളും. അതുപോലെ തന്നെ സെയിം ഇപ്പുറത്ത് ഡോറിനകത്തും അതുപോലെ തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ സെയിം രീതിയിൽ തന്നെ ലിവർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ താഴെ നമ്മളിവിടെ ഒരു ഡ്രോയറാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള രീതിയിലുള്ള ഡ്രോയാണ് നമ്മളിവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് നമ്മൾ ഹാൻഡിൽ സെക്ഷൻ കൊടുത്തിട്ടില്ല. ഇത് നമ്മൾ കസ്റ്റമറുടെ ആവശ്യം അനുസരിച്ച് നമ്മളത് അഡീഷണൽ ഹാൻഡിൽ വരാതെ ഇത് മാറ്റ് ബ്ലാക്കിലാണ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഹാൻഡിൽ സെക്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ ഇതിൻ്റെ എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ട് വരുവാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ഒരു ഗ്ലാസ്, താഴെ മുകളിലും ഗ്ലാസ്സാണ്. ഗ്ലാസ് കൊടുത്തിട്ട് നമ്മളൊരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം ഷോയ്ക്കുള്ള എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വെക്കാമെന്നുള്ള രീതിയിലാണ് നമ്മളിത് ചെയ്തിരിക്കുന്നത്. അങ്ങനെ 2 ഡോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാതെ തന്നെ നമ്മളിതിന് ഫുൾ സൈസ് കാണാൻ പറ്റുന്ന രീതിയിലുള്ളൊരു മിറർ ആ ബാക്ക് സൈഡിൽ നമ്മൾ സ്ട്രിപ്പ് ലൈറ്റൊക്കെ കൊടുത്ത് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ മിററിലേക്ക് കയറി പകുതി പോർഷൻ വെളിയിലും പകുതി പോർഷൻ മിററിലേക്ക് കയറിയിരിക്കുന്ന രീതിയിലൊരു ഡ്രോ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നമുക്കിതുപോലെ പെർഫ്യൂമും കാര്യങ്ങളൊക്കെ, പേഴ്സ്, ചെറിയ ഐറ്റംസൊക്കെ വെക്കാൻ വേണ്ടിയുള്ളൊരു ചെറിയൊരു ഡ്രോ സംവിധാനം നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇത് നമ്മളൊരു വെറൈറ്റി ആയിട്ട് തന്നെ ചെയ്തൊരു സാധനമാണ്. അപ്പോൾ നമ്മൾ ഈ വീട്ടിൽ തന്നെ താഴത്തെ ഫ്ലോറിലല്ല മുകളിലത്തെ ഫ്ലോറിൽ നമ്മളൊരു TV യൂണിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളൊരു TV യൂണിറ്റ് ചെയ്തേക്കുന്നത്. നമ്മൾ താഴെ ബോക്സ് കൊടുത്തിട്ടുണ്ട്. അതിനകത്ത് 4 ഡോറാണ്. 4 ഡോറിനകത്ത് 2 ഡോറ് നമ്മൾ ഷീറ്റാണ് ഇട്ടിരിക്കുന്നത്. സെൻറ്ററിൽ വരുന്ന 2 ബ്ലാക്ക് ഗ്ലാസ്സാണ് ഇട്ടിരിക്കുന്നത് നമ്മൾ. അതുകൂടാതെ നമ്മളിവിടെ ലൂവർ കൊടുത്തിട്ടുണ്ട്. വലിയ TV വെക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ചെയ്തിരിക്കുന്നത്. അത് കാരണം പ്രത്യേകിച്ച് ഡിസൈനും കാര്യങ്ങളൊന്നും വേണ്ടെന്ന് കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലിയ TV ആണ് ഇവിടെ വരുന്നത്. 75 ഇഞ്ച് TV വെക്കാനാണ്. അപ്പോൾ അത് നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള, നമ്മൾ സാധാരണ വെക്കുന്ന ലുവർ പാനലല്ല നമ്മളിവിടെ വെച്ചിരിക്കുന്നത്. നമ്മൾ കുറച്ചുകൂടെ ഹെവി ആയിട്ട് ഇങ്ങനെ ഇടിച്ചാലൊന്നും പൊട്ടാത്ത രീതി, മറ്റേ സാധാരണ ലുവർ പാനൽ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒന്ന് ഇടിച്ചു കഴിഞ്ഞാലോ അല്ലെങ്കിൽ അമർത്തിയാലോ പൊട്ടുന്ന ലുവർ പാനലാണ്. അപ്പോൾ ഇത് അങ്ങനെയല്ല, ഇത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ലുവർ പാനലാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത്. താഴെ കൊടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ താഴത്തെ TV നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള ലുവർ പാനലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കിവിടെ കൊടുത്തിരിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത റൂമിനകത്തൊരു ഹൈഡ് ഷെൽഫുണ്ട്. അതൊന്ന് കണ്ടാലോ നമുക്ക്. അപ്പോൾ നമ്മളിവിടെ മുകളിലത്തെ നില വേറൊരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നമ്മൾ ഗ്ലാസ് ഇട്ട് ഇതുപോലെ തന്നെ അത്യാവശ്യം ഷോയ്ക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയുള്ള ചെറിയ ചെറിയ തട്ടുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ നേരെ നമ്മൾ ഈ സൈഡിലോട്ട് വരികയാണെങ്കിൽ ഈ സൈഡിലും അതുപോലെ തന്നെ ഇവിടെ നമ്മൾ ഗ്ലാസ്സാണ് ചെയ്തിരിക്കുന്നത്. ടോപ്പിലും അതുപോലെ തന്നെ 2 ഡോറായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ അവിടെയും 2 ഡോറായിട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ ഷെൽഫിനകത്തൊരു പ്രത്യേകതയുണ്ട്. കാരണം എന്താ അറിയാമോ, ഈ ഷെൽഫ് താഴെ മുകളിൽ നമ്മൾ ഒരേപോലെ തന്നെ ചെയ്തിട്ട് 2 സൈഡ് ഒരേപോലെ ഭംഗി വരുന്ന രീതിയിൽ ചെയ്തിട്ട് നമ്മളിതൊരു ഹൈഡ് ഷെൽഫായിട്ട് ചെയ്തിരിക്കുന്നത്. അതായത് ഇതിനകത്തൊരു ഗ്യാപ്പാണ് അകത്തോട്ട്. അപ്പോൾ ആ ഗ്യാപ്പ് നമ്മൾ ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു വീല് കൊടുത്തിട്ടുള്ളൊരു കബോർഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ വലിച്ച് തുറന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിതുപോലെ സാധനങ്ങളൊക്കെ വെക്കാൻ വേണ്ടിയിട്ടുള്ള തട്ടും കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ ഡ്രോയാണ് ചെയ്തിരിക്കുന്നത്. താഴെ അത്യാവശ്യം വീതിയുള്ള ഡ്രോ ചെയ്തിട്ടുണ്ട്. സാധനങ്ങളൊക്കെ വെക്കുക, ഇതുപോലെ അടയ്ക്കുക, തെളി നീക്കുക, അടച്ചിടുക. അപ്പോൾ നമ്മുടെ ഏറ്റവും വലിയ പ്രത്യേകത, നമ്മൾ ചെയ്യുന്ന എല്ലാ ഷെൽഫിനകത്തും നമ്മൾ ഡബിൾ സൈഡാണ് ഷീറ്റ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മളിതെല്ലാം സാധാരണ 1 ഇഞ്ചിൻ്റെ ഫ്രെയിമിട്ടാണ് തട്ടടിക്കുന്നത്. നമ്മൾ എല്ലാ ഫ്രെയിമും ചെയ്തിരിക്കുന്നത് 1.25 ഫ്രെയിമിട്ടാണ് നമ്മൾ തട്ടടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കുറച്ചും കൂടെ ഹെവിയാണ് തട്ടുകൾ. ഡബിൾ സൈഡ് ഷീറ്റാണ്. ഫുള്ള് ഫ്രെയിം അലൂമിനിയം ഒന്നും കാണാത്ത രീതിയിലാണ് നമ്മളെല്ലാ തട്ടും എല്ലാം അടിച്ചിരിക്കുന്നത്. നമ്മുടെ എല്ലാ കബോർഡിനകത്തും അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ സാധനങ്ങളൊക്കെ വെക്കുന്നു. ഈ ഡോറും അടയ്ക്കുക. അടച്ചതിന് ശേഷം നമുക്കിങ്ങനെ തെള്ളി നിൽക്കാം.
ഇതിങ്ങനെ തെള്ളി നേരെ ഹൈഡായി അവിടെ ഇരുന്നോളും. അപ്പം ആര് കണ്ടാലും ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് അറിയത്തില്ല. അപ്പോൾ ആ ഗ്യാപ്പ് നമുക്ക് യൂസ് ചെയ്യാനും പറ്റി. ഈ പറഞ്ഞ പോലെ ഞങ്ങൾ ഷെൽഫ് ഉണ്ടെന്ന് ആർക്കും അറിയത്തുമില്ല. അങ്ങനെയാണ് നമ്മൾ ഈ റൂമിൽ ചെയ്തിരിക്കുന്നത്. ഈ റൂമിൽ തന്നെ നമ്മൾ വേറൊരു ഷെൽഫും കൂടെ ഈ സൈഡിൽ ചെയ്തിട്ടുണ്ട്. ഇത് കുറച്ച് ചെറിയ റൂമായത് കാരണം ഇതിനകത്ത് ഒരു ചെറിയൊരു സ്പേസ് ഇവിടെ ഉണ്ടായിരുന്നു. ആ സ്പേസിൽ നമ്മൾ ഇവിടെ കബോർഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഇതുപോലെ നമ്മൾ ഷർട്ട് ഹാങ് ചെയ്യുന്ന ലിവർ ചെയ്തിട്ടുണ്ട്. ഷർട്ട് ഇവിടെ ഇട്ടിട്ടില്ലെന്നേ ഉള്ളൂ, പക്ഷേ എങ്കിലും നമ്മൾ ലിവർ ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സാധനങ്ങളൊക്കെ അതിനകത്തിടാം. ഇതുപോലെ തന്നെ നമ്മൾ താഴെ നമ്മൾ തുണിയൊക്കെ മടക്കിയിടാൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റാൻഡ് 2 സൈഡിലായിട്ട് മടക്കിയിടാം. ഈ സൈഡിൽ 10 ഇടാം, ഇപ്പുറത്തെ സൈഡിലും 10 ഇടാം. 20 മടക്കിയിടാം. ഇതുപോലെ തെള്ളി കാത്തോട്ട് വെക്കാം. അതുപോലെ തന്നെ ഇത് കമ്പനി, ഇതെല്ലാം നമ്മൾ സെംട്രി എന്ന് പറയുന്നൊരു കമ്പനിയുടെ പ്രോഡക്റ്റാണ് ചെയ്തിരിക്കുന്നത്. നല്ല പ്രോഡക്റ്റാണ്. വില മറ്റുള്ള കമ്പനിയെ അപേക്ഷിച്ച് വെക്കുകയാണെങ്കിൽ വലിയ വിലയില്ല. സാധാരണക്കാർക്കും വെക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു സാധനം നമ്മൾ ചെയ്തിരിക്കുന്നത്. ഇത് നമ്മൾ മേളിൽ ഫുള്ള് ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഈ വീടിൻ്റെ ഫുള്ള് 2 റൂമുണ്ട്. മുകളിൽ 2 റൂമും നമ്മൾ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി കുറച്ച് വർക്ക് കൂടെ കണ്ടു നോക്കാം. അതുപോലെ തന്നെ നമ്മളിവിടെ ചെയ്തിരിക്കുന്ന വേറൊരു സംഭവമുണ്ട്. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DV ബോക്സ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് DV ബോക്സ് ഒന്ന് ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിനൊരു ഡോറ് കൊടുത്തിരിക്കുകയാണ്. ഇതേപോലെ ക്ലോസ് ചെയ്യുക. അപ്പോൾ നമുക്കൊരു DV ബോക്സിൻ്റെ ഡോറുമായി അതുപോലെ തന്നെ നമുക്ക് എന്തെങ്കിലും ഷോയ്ക്കുള്ള സാധനങ്ങളൊക്കെ ഇതുപോലെ വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇങ്ങനെ തന്നെ നമ്മൾ 2 ചെയ്തിട്ടുണ്ട്. താഴെ നമ്മൾ വേറൊരു മോഡൽ ചെയ്തിരിക്കുന്നത്, മേളിൽ ചെയ്തിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണ് താഴെ ചെയ്തിരിക്കുന്നത്. താഴെ നമ്മൾ ചാവിയൊക്കെ ഹാങ് ചെയ്യുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. നമുക്കതും കാണാം. അപ്പം മുകളിലത്തെ നമ്മൾ മുമ്പേ കണ്ടു, ഇത് താഴത്തെയാണ്. അപ്പോൾ താഴെ നമ്മൾ ഇതുപോലെ കാറിൻ്റെ ചാവികളൊക്കെ ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റാൻഡും മേളിൽ അത്യാവശ്യം ഷോയ്ക്ക് വയ്ക്കാനുള്ള സാധനങ്ങളൊക്കെ വെക്കാം. ഇത് ഒരു നമ്മുടെ DV ബോക്സാണ്. DV ബോക്സ് ഇതുപോലെ ഹൈഡ് ചെയ്ത് വെക്കാനുള്ളൊരു അതിൻ്റെ ഒരു വൃത്തികേട് നമുക്ക് ഒഴിവാക്കാം. ഇതുപോലുള്ളൊരു സ്റ്റാൻഡ് ചെയ്ത് കഴിഞ്ഞാൽ മേളിൽ എന്ത് ഷോയ്ക്ക് വെക്കുന്ന സാധനങ്ങളും വെക്കാം. അതുപോലെ തന്നെ ചാവി നമുക്ക് മറന്നു പോകത്തില്ല എവിടെ ആ ചാവി വെച്ചെന്നുള്ളത്. അത് ഒഴിവായി കിട്ടും. ചാവി കൃത്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഹാങ് ചെയ്തിടാനും പറ്റും. പിന്നെ നമ്മൾ ഏറ്റവും എടുത്ത് പറയേണ്ട വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്ന വുഡിൻ്റെ കോമ്പിനേഷൻ വരുന്ന രീതിയിലുള്ള ഒരു TV യൂണിറ്റാണ്. അപ്പോൾ ഇവിടുത്തെ TV യഥാർത്ഥത്തിൽ ഇവിടുത്തെ TV ഇപ്പോൾ വന്നിട്ടില്ല. തൽക്കാലമായിട്ട് ടെമ്പററി വെച്ചിരിക്കുന്ന TV ആണ്. ഇവിടെ ഒരു വലിയൊരു 75 ഇഞ്ചിൻ്റെ ഒരു TV വെക്കാൻ വേണ്ടിയാണ് നമ്മൾ ഈ വലിയ രീതിയിലുള്ള പാനലിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. നമ്മൾ 2 സൈഡിൽ ഡോറ് കൊടുത്തിട്ടുണ്ട്. 2 സൈഡിൽ വുഡിൻ്റെ ഡോറാണ്. സെൻറ്ററിൽ നമ്മൾ ബ്ലാക്ക് ഗ്ലാസ് ഇട്ടാണ് ഡോറ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ പറഞ്ഞ പോലെ നമുക്ക് താഴേക്ക് ഇതുപോലെ ഓപ്പൺ ആയിട്ടുള്ള ഷോയ്ക്കുള്ള സാധനങ്ങളൊക്കെ വെക്കാം. സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ സ്വിച്ച് ഈ സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഭിത്തിക്കുന്ന സ്വിച്ചാണ്. നമുക്ക് TV വെക്കാനുള്ള സ്പേസ് ഇല്ലാത്തതാണ് നമ്മളത് ഈ സൈഡിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഹാളിനകത്ത് ചെയ്തിരിക്കുന്ന മെയിൻ വർക്ക് എന്ന് പറയുന്നത് ഈ പാർട്ടീഷനാണ്. പാർട്ടീഷനകത്ത് താഴെ നമ്മൾ ലിവറിൻ്റെ പാനൽ കൊടുത്തിട്ടുണ്ട്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ നല്ല ഹെവി പാനലാണ്, സാധാരണ പാനലല്ല. ഇനി ഡിച്ചാലൊന്നും പൊട്ടത്തില്ല. നല്ല ക്വാളിറ്റിയുള്ള പാനലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ പാർട്ടീഷനും ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഏകദേശം നല്ല രീതിയിൽ സാധനങ്ങളൊക്കെ സ്റ്റോറേജ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ നല്ല വലിപ്പമുള്ള രീതിയിൽ തന്നെയാണ് നമ്മളിവിടുത്തെ ഒരു സ്റ്റോറേജ് സ്പേസ് ഈ പാർട്ടീഷനകത്ത് നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പൂജാമുറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതിനകത്ത് ഒരു ശിവനും പാർവതിയും അതുപോലെ ഒരു ശിവലിംഗം ഒരു ഗണപതിയും ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ CNC കട്ടിങ്ങിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്ന ഒരു വർക്കാണ്. വളരെ മനോഹരമായി തന്നെ CNC കട്ടിങ്ങിനകത്തത് ക്ലയൻറ്റിന് നമുക്ക് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ സൈഡിലായിട്ട് സ്പോട്ട് ലൈറ്റും 4 തട്ട്, അതായത് 4 ഫോട്ടോകളോ എന്തെങ്കിലുമൊക്കെ വെക്കാനുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. താഴെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസ് പോലെ 2 ഡോറും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള മനോഹരമായിട്ടുള്ള വർക്കുകളെല്ലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. വ്യത്യസ്തമായിട്ടുള്ള ഓരോരോ പൂജാമുറികളും വ്യത്യസ്തമായിട്ടുള്ള പുതിയ കിച്ചണുകളും പുതിയ ഡിസൈനുകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നമ്മളിന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മളൊന്ന് ഷെയർ ചെയ്ത് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം.